ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹകാലത്തിലെ 3-ാം വാരം വ്യാഴാഴ്ചയിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുക. തിരുസഭാ മാതാവ് ഇന്നും നമുക്ക് ധ്യാന വിഷയമായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 44 മുതൽ 51 വരെയുള്ള ഇന്നലെ നാം ധ്യാനിച്ച വചനഭാഗങ്ങളുടെ തുടർച്ച തന്നെയാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ നിത്യജീവന്റെ മന്ന ഞാൻ തന്നെയാണ് എന്ന് നമ്മോട് ആവർത്തിച്ച് പറയുന്ന ക്രിസ്തു ഈ ലോകത്ത് ദശലക്ഷക്കണക്കിന് ആളുകളെ വിശുദ്ധ കുർബാനയുടെ മഹത്വത്തെപ്പറ്റി പഠിപ്പിച്ച ലിറ്റിൽ ലീ എന്ന ചൈനയിലെ 11 വയസ്സുകാരി പെൺകുട്ടിയുടെ കഥ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൽ യേശുക്രിസ്തുവിനോട് ആഴമായ സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചതിൻ്റെ ഫലമായി തൻ്റെ ജീവൻ തന്നെ ബലിയായി നൽകേണ്ടി വന്ന ഒരു കൊച്ചു ധീര. 1950കളിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ ഒരു കൂട്ടം പട്ടാളക്കാർ അപ്രതീക്ഷിതമായി തിരനിറച്ച തോക്കുകളുമായി ദേവാലയത്തിലേക്ക് ഇരച്ചു കയറുകയും ദേവാലയം പിടിച്ചെടുത്ത് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുകയും വിശ്വാസികളെ നാലുപാടും തുരത്തുകയും പരിശുദ്ധ ദിവ്യകാരുണ്യത്തെ നിലത്ത് തട്ടിമറിച്ചിടുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് അവർ പുരോഹിതനെ ബന്ദിയാക്കി ദേവാലയത്തോട് ചേർന്നുള്ള ഒരു ചെറിയ മുറിയിൽ പൂട്ടിയിടുന്നു. അതിനുശേഷം പട്ടാളക്കാർ ആ ദേവാലയത്തിന് കാവൽ നിൽക്കുന്നുണ്ട്. എങ്കിലും ആ ചെറുമുറിയുടെ കിളിവാതിലിലൂടെ ആ പുരോഹിതന് ദേവാലയത്തെയും ദേവാലയത്തിലെ അൾത്താരയും അതിന് താഴെ തട്ടിമറിച്ചിട്ടിരിക്കുന്ന തിരുവോസ്തി കഷ്ണങ്ങളെയും കാണാനായിട്ട് സാധിക്കും. പുരോഹിതൻ രാവിലെ കാണുന്ന കാഴ്ച പട്ടാളക്കാർ ഉണരുന്നതിന് മുൻപേ ആ 11 വയസ്സുകാരി പെൺകുട്ടി ധൈര്യപൂർവ്വം ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും ഏകദേശം 1 മണിക്കൂർ ദൈവത്തെ ആരാധിക്കുകയും തുടർന്ന് അവൾ ആ തിരുവോസ്തി കഷ്ണങ്ങളിൽ നിന്ന് ഒരെണ്ണം മാത്രം ഭക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്രകാരം തുടർച്ചയായി അവൾ 32 ദിവസം ആ ദേവാലയത്തിൽ ആ പട്ടാളക്കാർ അറിയാതെ പ്രവേശിക്കുകയും തിരുവോസ്തി ഭക്ഷിക്കുകയും ഒടുവിൽ അവസാനത്തെ 32ാമത്തെ ദിവസം ആ തിരുവോസ്തി തീരുന്നതിൻ്റെ അന്ന് ആ പെൺകുട്ടി ആ പട്ടാളക്കാരുടെ കണ്ണിൽ പെടുകയും അവർ വെടിയേറ്റ് പിടഞ്ഞു മരിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിനോട് അടുത്തുകൂടിയിരിക്കുന്ന ജനക്കൂട്ടം മരുഭൂമിയിൽ ദൈവം തൻ്റെ ജനത്തിന് അപ്പം നൽകിയതുപോലെ നീയും അപ്പം നൽകണമെന്ന് വാശി പിടിക്കുമ്പോൾ ക്രിസ്തു പറയുക, പൂർവ്വപിതാക്കന്മാരായ ആളുകൾ മന്ന ഭക്ഷിച്ചിട്ടും അവർ മരിച്ചു, എന്നാൽ ഞാൻ നൽകുന്ന മന്ന ഭക്ഷിക്കുന്നവർ നിത്യം ജീവിക്കും എന്നതാണ്. ഇതിലൂടെ ഒരുപക്ഷെ ക്രിസ്തു ഉദ്ദേശിക്കുക, ഈ ലോകത്ത് നമുക്ക് 2 തരം ജീവിതങ്ങളുണ്ട്. ഒന്ന് ജഡത്തിൻ്റെയും 2 ആത്മാവിൻ്റെയും. ജഡത്തിൻ്റെ ജീവിതം ജീവിക്കുന്നവർക്ക് ആ മരുഭൂമിയിലെ മന്ന അതാണ് അവർക്ക് ആശ്വാസം നൽകുന്നത്. എന്നാൽ ആത്മാവിൻ്റെ ജീവിതം ജീവിക്കുന്നവർക്ക് ക്രിസ്തുവാകുന്ന നിത്യജീവൻ്റെ മന്ന ലഭിച്ചേ മതിയാകൂ. മരുഭൂമിയിൽ പൂർവ്വപിതാക്കന്മാർ ഭക്ഷിച്ചിട്ടും അവർ മരിച്ചുപോയ ലോകത്തിൻ്റെ മന്നയ്ക്കപ്പുറം ക്രിസ്തു നൽകുന്ന തൻ്റെ ശരീരമാകുന്ന മന്നയ്ക്ക് മാത്രമേ നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കാനായിട്ട് സാധിക്കൂ എന്ന തിരിച്ചറിവിലേക്ക് ആ 14 വയസ്സുകാരി പെൺകുട്ടിയെപ്പോലെ ഞങ്ങളെയും തമ്പുരാനെ അങ്ങ് നയിക്കണമേ. ആമേൻ.